അട്ടപ്പാടി മധു കൊലക്കേസിൽ 14 പ്രതികൾ കുറ്റക്കാരാണെന്ന് മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതി. ഇവർ 13 പ്രതികൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റമാണ് തെളിഞ്ഞത്. കേസിൽ 2 പേരെ കോടതി വെറുതെ വിട്ടു. കുറ്റക്കാരായ പ്രതികൾക്കുള്ള ശിക്ഷ നാളെ വിധിക്കും. 1-ാം പ്രതി ഹുസൈൻ, 2-ാം പ്രതി മരക്കാർ, 3-ാം പ്രതി ഷംസുദ്ദീൻ, 5-ാം പ്രതി രാധാകൃഷ്ണൻ, 6-ാം പ്രതി അബൂബക്കർ, 7-ാം പ്രതി സിദ്ദിഖ്, 8-ാം പ്രതി ഉബൈദ്, 9-ാം പ്രതി നജീബ്, 10-ാം പ്രതി ജയ്ജുമോൻ, 12-ാം പ്രതി സജീവ്, 13-ാം പ്രതി സതീഷ്, 14-ാം പ്രതി ഹരീഷ്, 15-ാം പ്രതി ബിജു, 16-ാം പ്രതി മുനീർ എന്നിവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 4-ാം പ്രതി അനീഷ്, 11-ാം പ്രതി അബ്ദുൽ കരീം എന്നിവരെ കോടതി വെറുതെ വിട്ടു. പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. എന്നാൽ 16-ാം പ്രതി മുനീർ ഒഴികെ മറ്റു പ്രതികൾക്കെതിരെ 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന നരഹത്യാ കുറ്റം നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കി. 2 പേരെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ പോകുമെന്ന് മധുവിന്റെ കുടുംബം പറഞ്ഞു. 14 പേര് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിൽ സന്തോഷമുണ്ട്. ബാക്കി 2 പേരെ വെറുതെ വിട്ടതിൽ വിഷമമുണ്ട്. അതിനുള്ള കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ വക്കീലുമായി സംസാരിച്ചതിന് ശേഷം അത് ചെയ്യേണ്ട രീതിയിൽ ഞങ്ങൾ ചെയ്യും. മുനീറിനെതിരെ ബലപ്രയോഗം നടത്തിയെന്ന കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. വിധിയിൽ തൃപ്തിയുണ്ടെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി. ശിക്ഷയുടെ മാക്സിമം കൊടുക്കണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം. അതിൽ എന്താണ് വരുന്നുള്ളത് നാളെ അറിയുള്ളൂ. ഏതൊക്കെ സെക്ഷനിൽ എത്രയൊക്കെ ശിക്ഷയാണ് ഇവർക്കെതിരെ കോടതി പറയുന്നതെന്ന് നാളെ അറിയാം. ഇത്രയേറെ കൂറുമാറ്റമുണ്ടായ കേസിൽ 14 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് ആത്മവിശ്വാസം നൽകുന്നതാണെന്ന് പാലക്കാട് SP പറഞ്ഞു. പ്രധാനപ്പെട്ട പ്രതികൾക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള കുറ്റങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കോടതി. സെന്റൻസ് വിശദമായിട്ട് അടുത്ത ദിവസമായിരിക്കും ഉണ്ടാവുക. എത്രയായിരിക്കും അവർക്ക് വരുന്ന വിധി എന്നുള്ളത്. ആസ് ഓഫ് നൗ ഈ മൊമെന്റിൽ സാറ്റിസ്ഫൈഡ് ആണ്. വിധി കണക്കിലെടുത്ത് മധുവിന്റെ കുടുംബത്തിന് സംരക്ഷണം തുടരുമെന്ന് SP വ്യക്തമാക്കി. മധു കേസിൽ 2 പേരെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകുമെന്ന് മധുവിന്റെ കുടുംബം പറയുമ്പോഴും 14 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കോടതി വിധി പ്രോസിക്യൂഷന്റെ വിജയമാണെന്നാണ് വിലയിരുത്തൽ. നാളെ ശിക്ഷ വിധിക്കുമ്പോൾ 5 വർഷത്തെ നീതിക്കായുള്ള കാത്തിരിപ്പിനാണ് അവസാനമാകുക. ക്യാമറാമാൻ ശ്രീജിത് C. കല്ലിമുട്ടിക്കൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. കോടതി വിധിയെ സർക്കാർ സ്വാഗതം ചെയ്തു. മന്ത്രി K. രാധാകൃഷ്ണന്റെ വാക്കുകളിലേക്ക്. ഒരുപക്ഷെ അട്ടിമറിക്കപ്പെട്ടു പോകുമായിരുന്ന ഒരു കേസ് പ്രധാനപ്പെട്ട പ്രതികളെ മുഴുവൻ തന്നെ കുറ്റവാളികളായി കാണാൻ വേണ്ടി കോടതി കഴിഞ്ഞിട്ടുണ്ട്. അട്ടപ്പാടി മധു കേസ് വിധി ആശ്വാസകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിൽ ഒരു സ്ഥലത്തും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി വേണം. കേസ് നടത്തിപ്പ് ദുർബലപ്പെടുത്താനുള്ള ശ്രമമുണ്ടായെന്നും CPM-മായി ബന്ധപ്പെട്ടവർ പ്രതികളായതാണ് കാരണമെന്നും VD സതീശൻ പറഞ്ഞു. എലത്തൂരിൽ ഓടുന്ന ട്രെയിനിൽ തീയിട്ട സംഭവത്തിൽ തീവ്രവാദ ബന്ധമടക്കമുള്ള സാധ്യതകൾ പരിശോധിക്കുന്നു. റെയിൽവേ സ്പെഷ്യൽ സ്ക്വാഡിന്റെയും UPATS-ന്റെയും നേതൃത്വത്തിലാണ് പശ്ചിമ UP-യിലെ വിവിധ മേഖലകളിൽ പരിശോധന നടത്തുന്നത്. എലത്തൂരിൽ റെയിൽവേ ട്രാക്കിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തി. ADGP MR അജിത് കുമാറും എലത്തൂരിലെത്തി. കേസുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ നിന്നായിരുന്നു ADGP MR അജിത് കുമാറിന്റെ പ്രതികരണം. SITയുടെ ആദ്യത്തെ മീറ്റിംഗാണ് നടത്തിയത്. SIT ഫോം ചെയ്യുന്ന ശേഷം SIT ടീം അംഗങ്ങളെയൊക്കെ വിളിച്ച് ഓരോരുത്തരുടെയും ടാസ്ക് എന്താണെന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തത്. ഒരു കോഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ പ്ലാൻ ചെയ്ത് ചാർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നടപടി എടുക്കേണ്ടത് അതെല്ലാം ചെയ്യും. അശ്വിൻ വല്ലത്താണ് ചേരുന്ന വിശദാംശങ്ങളുമായി. അശ്വിൻ, ഈ ട്രെയിനിൽ തീയിട്ട സംഭവത്തിൽ തീവ്രവാദ ബന്ധമടക്കമുള്ള സാധ്യതകൾ പോലീസ് പരിശോധിക്കാനുള്ള അതിലേക്ക് എത്താനുള്ള സാഹചര്യം എന്താണ്? എൽദോ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എലത്തൂരിൽ വെച്ച് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. എലത്തൂരിലാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ളത്. മറ്റൊന്ന്, ഇതേപോലെ ഈ തരത്തിൽ 3 കുപ്പി പെട്രോളുമായി പ്രതി ട്രെയിനിൽ കയറുകയും അതേപോലെ തന്നെ മുൻവൈരാഗ്യമില്ലാത്തവർക്ക് നേരെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമണം നടത്തി എന്നുള്ളതും ഇങ്ങനെയുള്ള സാഹചര്യ തെളിവുകൾ എല്ലാം വെച്ച് നോക്കുമ്പോഴാണ് ഒരു തീവ്രവാദ ആക്രമണത്തിനുള്ള സാധ്യതയിൽ കൂടി പ്രത്യേക അന്വേഷണ സംഘം പരിഗണിക്കുന്നത്. ഈ അല്പസമയം മുൻപാണ് പ്രത്യേക അന്വേഷണ
അന്വേഷണ സംഘത്തിന്റെ വിസിറ്റ് ഈ സംഭവം നടന്ന സ്ഥലത്ത് കഴിഞ്ഞത്. ഈ അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല വഹിക്കുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഈ സംഭവം നടന്ന സ്ഥലത്ത് എലത്തൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അല്പസമയം മുൻപ് പരിശോധന പൂർത്തിയായി. നേരത്തെ ഇന്നലെ രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മീറ്റിംഗ് ഇന്ന് ഉത്തരമേഖല ADGP ഓഫീസിൽ വെച്ച് നടന്നിരുന്നു. അതിൽ ATSന്റെയും അതേപോലെ തന്നെ RPFന്റെയും ഒക്കെ പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇതിനുശേഷം എങ്ങനെ വേണം അന്വേഷണം എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ പ്ലാൻ അന്വേഷണ സംഘത്തിനുണ്ട്. ആവശ്യമാണെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്ന് MR അജിത് കുമാർ പറഞ്ഞിരുന്നു. നേരത്തെ തന്നെ RPFന്റെ 2 ഉദ്യോഗസ്ഥന്മാർ ഉത്തർപ്രദേശിലെ നോയിഡയിലേക്കും ബുലന്ദ്ഷഹറിലേക്കും ഒക്കെ പോയിട്ടുണ്ട്. അവിടെ ഈ അക്രമിയെന്ന് സംശയിക്കുന്നയാളുടെ സ്വദേശം നോയിഡയാണ് എന്നുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. അതിനെ തുടർന്നാണ് അന്വേഷണം UPയിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നത്. നേരത്തെ ബുലന്ദ്ഷഹറിൽ വെച്ച് ഈ ബാഗിൽ വെച്ച് കണ്ടെത്തിയ ഷാരൂഖ് സൈഫി എന്ന പേരുള്ള ഇയാളുടെ അതേ പേരുള്ള ഒരാളെ ബുലന്ദ്ഷഹറിൽ വെച്ച് ATS സംഘം ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഇയാൾക്ക് ഈ ആക്രമണവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇയാളെ വിട്ടയക്കുകയായിരുന്നു. പക്ഷേ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യും, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം നീങ്ങും എന്നൊക്കെയുള്ള സൂചനകളുണ്ട്. ഇന്നലെ കണ്ണൂരിൽ ചിലരെ കസ്റ്റഡിയിലെടുത്തു എന്നൊക്കെയുള്ള സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ അന്വേഷണ സംഘം അതെല്ലാം പാടെ നിരാകരിക്കുകയാണ്. അങ്ങനെ ആരും പ്രതിയെന്ന് സംശയിക്കുന്ന ആരും ഇപ്പോൾ കസ്റ്റഡിയില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. മാത്രമല്ല ആവശ്യമെങ്കിൽ UP ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകും. ഈ ആകപ്പാട് ഇപ്പോൾ പോലീസിന് കയ്യിലുള്ള പ്രതിയിലേക്ക് നയിക്കാവുന്ന ഒരു സൂചന എന്ന് പറയുന്നത് എലത്തൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് കണ്ടെത്തിയ ആ ബാഗ് മാത്രമാണ്. ആ ബാഗിലുള്ള ചില കുറിപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതി UP സ്വദേശിയാണ് എന്നുള്ള നിഗമനത്തിലെത്തുന്നത്. പക്ഷേ ഏതായാലും എലത്തൂരിൽ വെച്ച് നടന്ന ഈ ആക്രമണം അതിന് ഒരു തീവ്രവാദ സ്വഭാവമുണ്ടോ എന്നുള്ള സാധ്യത കൂടി അന്വേഷണ സംഘം പരിഗണിക്കുന്നുണ്ട്. NIA സംഘം ഇന്ന് കണ്ണൂരിൽ ഈ ആക്രമണം നടന്ന ബോഗിയിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇതേ NIA സംഘം കോഴിക്കോട്ടും എത്തും. ഈ സംഭവം നടന്ന സ്ഥലത്തൊക്കെ NIAയുടെ സംഘവും കൂടി പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ATSന്റെയും സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെയും അതേപോലെ തന്നെ സംസ്ഥാന പോലീസിന്റെയും RPFന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു ജോയിന്റ് ടീമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായിട്ട് രൂപീകരിച്ചിരിക്കുന്നത്. അതിന്റെ മേൽനോട്ട ചുമതല MR അജിത് കുമാറിനാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എലത്തൂർ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ സുരക്ഷ വർദ്ധിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. എന്നാലും സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സാധ്യതകൾ പരിശോധിക്കുകയാണ് ATSും ഒപ്പം അന്വേഷണ സംഘവും. അശ്വിൻ വല്ലത്താണ് വിശദാംശങ്ങൾ നൽകിയത്. എലത്തൂർ ട്രെയിൻ തീയിട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. തിരുവനന്തപുരം സെൻട്രൽ, എറണാകുളം സ്റ്റേഷനുകളിൽ പ്രത്യേക പരിശോധന അത് തുടരുകയാണ്. RPFും GRPയും സംയുക്തമായിട്ടാണ് പരിശോധന നടത്തുന്നത്. വിവരങ്ങളുമായി ഐശ്വര്യ അനിലാണ് ചേരുന്നത്. ഐശ്വര്യ, ഓരോ യാത്രക്കാരെയും പരിശോധിക്കുന്നുണ്ടോ ഈ സ്റ്റേഷനിലെത്തുമ്പോൾ? ഐശ്വര്യ, ഈ റെയിൽവേ സ്റ്റേഷനുകളിൽ, പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യമാണോ നിലവിലുള്ളത്? യാത്രക്കാരെ വളരെ കൃത്യമായി പരിശോധിച്ച് മാത്രമാണോ പ്ലാറ്റ്ഫോമുകളിലേക്ക് കടത്തിവിടുന്നത്? എൽദോ, തീർച്ചയായും ഈ എലത്തൂരിൽ ട്രെയിനിലുണ്ടായ ആക്രമണത്തിന് പിന്നാലെ കർശന പരിശോധനയാണ് റെയിൽവേ സ്റ്റേഷനുകൾ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ തന്നെ എക്സിറ്റിലും എൻട്രിയിലും ഒക്കെ തന്നെ പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. കൃത്യമായി എത്തുന്ന യാത്രക്കാരെ പരിശോധിക്കാനാണ് അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഈ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലും അത്തരമൊരു ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സമയം, അതായത് വൈകുന്നേരം 5 മുതൽ രാത്രി 8 വരെയുള്ള സമയം, കൂടുതൽ യാത്രക്കാർ എത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു പരിശോധന നടക്കുന്നത്. ഇവരെ വിശദമായി പരിശോധിക്കണം. ഒപ്പം തന്നെ ഈ ട്രെയിനുകൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നിന്ന് പുറപ്പെടാനിരിക്കുന്ന ട്രെയിനുകളിലൊക്കെ ഡോഗ് സ്ക്വാഡിന്റെ അടക്കം പരിശോധന അല്പസമയം മുൻപ് നടന്നു. ഇത് 8 മണിവരെ തുടരുമെന്നാണ്, ഓരോ ട്രെയിനുകളിലും തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ RPFന്റെ നേതൃത്വത്തിലും ഒപ്പം തന്നെ പോലീസിന്റെ റെയിൽവേ വിഭാഗത്തിന്റെ നേതൃത്വത്തിലും സംയുക്തമായ ഒരു പരിശോധനയാണ് നടക്കുക. ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഒക്കെ പരിശോധന നടത്തും. ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനുകളിലാണ് അത്തരത്തിലുള്ള പരിശോധന നടക്കുന്നത്. പോലീസിന്റെ നേതൃത്വത്തിൽ അത് വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. ട്രെയിനിനുള്ളിലേക്ക് ഇത്തരത്തിൽ ഡോഗ് സ്ക്വാഡ് എൻ്റർ ചെയ്ത് അവിടെ കൃത്യമായി പരിശോധന നടത്തിയാണ് ഇവിടെ എത്തുന്ന ഓരോ യാത്രക്കാരുടെയും ബാഗുകൾ അടക്കം പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു പരിശോധന പുരോഗമിക്കുന്നത്. ഓരോ പ്ലാറ്റ്ഫോമിലും അത്തരത്തിൽ പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. അതിനു പുറമെ എൻട്രി പോയിന്റുകളിലും എക്സിറ്റ് പോയിന്റുകളിലും പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കർശന പരിശോധനയാണ് ഈ മണിക്കൂറിൽ ഇവിടെ പുരോഗമിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ
അത് സുരക്ഷയുടെ ഭാഗമായി കർശന പരിശോധന നടക്കുകയാണ്. ഐശ്വര്യ അനിലാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ആലപ്പുഴ ചെങ്ങന്നൂരിൽ നവജാത ശിശുവിനെ ബക്കറ്റിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ബാത്റൂമിലെ ബക്കറ്റിൽ ഉപേക്ഷിച്ചു പോയ നവജാത ശിശുവിനെ ചെങ്ങന്നൂർ പോലീസാണ് ആശുപത്രിയിൽ എത്തിച്ചത്. വീട്ടിൽ പ്രസവിച്ച ശേഷം ആശുപത്രിയിലെത്തിയ മാതാവാണ് കുഞ്ഞിനെ ബക്കറ്റിൽ ഉപേക്ഷിച്ചു എന്ന വിവരം അറിയിച്ചത്. കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കുഞ്ഞിന്റെ ആരോഗ്യനില അത് ഗുരുതരമായി തുടരുകയാണ്. സംഭവത്തിൽ യുവതിക്കെതിരെ ആറന്മുള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജനാണ് ചേരുന്നത്. ശരണ്യ, പോലീസിന്റെ സംയോജിത ഇടപെടൽ അത് വളരെ ശ്ലാഘനീയമാണ്. അതേസമയം ഈ കുഞ്ഞിന്റെ ആരോഗ്യനില അത് തൃപ്തികരമാണോ? എൽദോ കുട്ടി പ്രിമച്വർ ബേബിയാണ്, അതായത് മാസം തികയാതെയുള്ള പ്രസവമാണ് എന്നുള്ളതാണ്. 1300 ഗ്രാം തൂക്കമാണ് കുട്ടിക്ക് കണ്ടെത്തുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല പ്രസവത്തിന് ശേഷം പൊക്കിൾക്കൊടി അടക്കം മുറിക്കാതെയാണ് കുട്ടിയെ ഉപേക്ഷിച്ചിരുന്നത്. അത്തരത്തിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ രക്തം കലർന്ന വസ്ത്രത്തിനൊപ്പമായിരുന്നു കുട്ടി ആ ബക്കറ്റിൽ, ശുചിമുറിയിലെ ബക്കറ്റിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പോലീസ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അണുബാധ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് കുട്ടിയെ ഇവിടെ പ്രാഥമികമായി പത്തനംതിട്ടയിൽ ചികിത്സ നൽകിയതിനു ശേഷം ഈ കുട്ടിയെ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത്. എന്തായാലും കുട്ടിക്ക് ഇത്തരത്തിൽ മാസം തികയാതെ അടക്കമുള്ള കുട്ടി ആയതുകൊണ്ട് തന്നെ ആരോഗ്യനിലയിൽ അല്പം പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നമുക്ക് കോട്ടയത്ത് നിന്ന് അറിയാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഈ കുട്ടി ഇന്ന് രാവിലെയാണ് ചെങ്ങന്നൂരിൽ പത്തനംതിട്ട ആറന്മുള സ്വദേശിയായ യുവതിയും അമ്മയും പ്രസവത്തെ തുടർന്ന് ആശുപത്രിയിൽ രക്തസ്രാവത്തെ തുടർന്ന് ചികിത്സ തേടുന്നത്. കുട്ടി എവിടെയെന്ന് ചെങ്ങന്നൂരിലെ ആശുപത്രി അധികൃതരുടെ ചോദ്യത്തിന് കുട്ടി മരിച്ചുപോയെന്നും മറവ് ചെയ്തുവെന്നുമാണ് ഇവർ നൽകിയ മറുപടി. പക്ഷെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ വൈരുദ്ധ്യം തോന്നിയതോടും മൂത്ത കുട്ടി ഈ കുട്ടിയെ ബക്കറ്റിൽ ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തതോടുകൂടി ചെങ്ങന്നൂരിലെ അന്വേഷണ സംഘം ഈ വീട്ടിലേക്ക് പാഞ്ഞെത്തുകയായിരുന്നു. തുടർന്ന് ആറന്മുളയിലെ വീട്ടിലെ ശുചിമുറിയിൽ നിന്നാണ് ഈ കുട്ടിയെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ബക്കറ്റിനുള്ളിൽ ഉപേക്ഷിച്ച നിലയിൽ കുട്ടിയെ കണ്ടെത്തിയത്. എന്തായാലും പോലീസിന്റെ സംയോജിതമായ ഇടപെടലാണ് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായത്. മാത്രമല്ല ഈ കുട്ടിയെ ഉപേക്ഷിച്ച സംഭവത്തിൽ ശരി, ആറന്മുളയിൽ കുഞ്ഞിനെ ബക്കറ്റിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. നവജാത ശിശുവിനെ പോലീസിന്റെ ഇടപെടൽ കുഞ്ഞിന് കൂടുതൽ ആരോഗ്യ ശുശ്രൂഷ നൽകാനുള്ള സാഹചര്യം ഒരുക്കി. പക്ഷേ കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണ്. ശരണ്യ സ്നേഹജനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. ചെറിയ ഇടവേളയിലേക്ക്. വാർത്തയിൽ നിന്നിലേക്ക് വീണ്ടും. KPCC യോഗത്തിൽ കൈകൂപ്പി വൈകാരിക പ്രസംഗവുമായി സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ. നിങ്ങൾക്ക് പുനഃസംഘടന വേണ്ടെങ്കിൽ എനിക്കും വേണ്ടെന്ന് സുധാകരൻ തുറന്നടിച്ചു. ശശി തരൂരിനും കെ മുരളീധരനും യോഗത്തിൽ വിമർശനമുണ്ടായി. ശശി തരൂർ നിരന്തരം പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്നായിരുന്നു വിമർശനം. പാർട്ടിയിലെ അരിക്കൊമ്പന്മാരെ പിടിച്ചുകെട്ടണമെന്ന് അൻവർ സാദത്ത് അഭിപ്രായപ്പെട്ടു. മുതിർന്ന നേതാക്കൾ അച്ചടക്ക ലംഘനം നടത്തുന്നുവെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചൂണ്ടിക്കാട്ടി. പുനഃസംഘടനാ നടപടികൾ വൈകുന്നതിനെ ചൊല്ലിയുള്ള വിമർശനത്തിന് മറുപടി പറയവെയാണ് KPCC അധ്യക്ഷൻ വികാരപരമായ പ്രതികരണം നടത്തിയത്. പുനഃസംഘടന വൈകുന്നതിന് തങ്ങൾ മാത്രമല്ല ഉത്തരവാദിയെന്ന നിലപാടാണ് നേതൃത്വത്തിനുള്ളത്. ഇത് പ്രകടിപ്പിക്കുമ്പോഴാണ് കൈകൂപ്പിക്കൊണ്ട് സഹായിക്കണമെന്ന് സുധാകരൻ അഭ്യർത്ഥിച്ചത്. ഒപ്പം പുനഃസംഘടന നടക്കേണ്ടത് തന്റെ ആവശ്യം മാത്രമല്ലെന്നും സുധാകരൻ പറഞ്ഞു. പാർട്ടി പുനഃസംഘടന വൈകുന്നതിന് കാരണം ഗ്രൂപ്പ് നേതാക്കളാണെന്ന വിമർശനം PJ കുര്യൻ ഉന്നയിച്ചു. ഗ്രൂപ്പിന് വിധേയമാകാതെ പ്രവർത്തിക്കാനാണ് അധ്യക്ഷന് AICC മാൻഡേറ്റ് നൽകിയതെന്നും കുര്യൻ ഓർമ്മിപ്പിച്ചു. പരസ്യ പ്രസ്താവനകൾക്കെതിരെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വലിയ വികാരമാണ് ഉയർന്നത്. ശശി തരൂരിനും കെ മുരളീധരനുമെതിരെ കടുത്ത ഭാഷയിലായിരുന്നു വിമർശനങ്ങൾ. പാർട്ടിയിൽ സ്ഥിരമായി പ്രശ്നം സൃഷ്ടിക്കുന്ന അരിക്കൊമ്പന്മാർ ഉണ്ടെന്നും അവരെ നിലയ്ക്ക് നിർത്തണമെന്നും അൻവർ സാദത്ത് MLA ആവശ്യപ്പെട്ടു. മുതിർന്ന നേതാക്കൾ തന്നെ അച്ചടക്ക ലംഘനം നടത്തുന്നുവെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും വ്യക്തമാക്കി. തരൂർ നിരന്തരം പാർട്ടിയെ വെട്ടിലാക്കി സമ്മർദ്ദം സൃഷ്ടിക്കുന്നുവെന്ന് ജോൺസൺ എബ്രഹാം വിമർശനമുയർത്തിയപ്പോൾ കടുത്ത ഭാഷയിലായിരുന്നു PJ കുര്യന്റെ കുറ്റപ്പെടുത്തൽ. നയപരമായ കാര്യങ്ങളിൽ പാർട്ടിയുടെ ലക്ഷ്മണരേഖ കടക്കുന്ന തരൂരിന് സംഘടനയുടെ അച്ചടക്കമറിയില്ലെന്നായിരുന്നു കുറ്റപ്പെടുത്തൽ. KPCC പ്രസിഡന്റ് തരൂരിനോട് സംസാരിക്കണമെന്നും PJ കുര്യൻ ആവശ്യപ്പെട്ടു. പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന് പുറത്തുവരുന്നത് പിണറായി വിജയൻ സർക്കാരിന് നേട്ടമാകുന്നുവെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകി. KPCC ഓഫീസിലേക്ക് ഒരു ദിവസമെങ്കിലും കല്ലെറിഞ്ഞില്ലെങ്കിൽ ചില നേതാക്കൾക്ക് ഉറക്കം വരില്ലെന്നായിരുന്നു മുരളീധരനെ ലക്ഷ്യമിട്ടുള്ള MA നസീറിന്റെ പരോക്ഷ വിമർശനം. News 18 തിരുവനന്തപുരം. KSRTC മാനേജ്മെന്റിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. മാനേജ്മെന്റ് ചുമതലകൾ വികേന്ദ്രീകരിക്കുന്നത് നടപ്പിലായില്ല.
മേഖലാ തലത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റിയ ആളുകൾ തലപ്പത്തുണ്ടാവണം. പറയുമ്പോൾ മാത്രം യോജിച്ചാൽ പോരാ, പ്രവൃത്തിയിൽ വരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയാൻ സമഗ്ര നിയമനിർമ്മാണം നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ്. ഇതിനായി കാലോചിതമായി നിയമ ഭേദഗതി വരുത്തും. ആരോഗ്യ സ്ഥാപനങ്ങളിലെ എല്ലാ വിഭാഗം ജീവനക്കാരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള നിയമമായിരിക്കും ഇത്. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമം തടയാനുള്ള നിയമനിർമ്മാണത്തിനായി വിവിധ സംഘടനകളുടെ പ്രാഥമിക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. സിക്കിമിൽ നാഥുല പാസിൽ മഞ്ഞിടിച്ചിൽ 7 പേർ മരിച്ചു. 23 പേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. മഞ്ഞിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. ഗാംഗ്ടോക്ക് നാഥുല ജേനം റോഡിലേക്ക് മഞ്ഞുപാളികൾ ഇടിഞ്ഞു വീഴുകയായിരുന്നു. വിനോദസഞ്ചാരികളുമായി പോയ വാഹനങ്ങൾക്ക് മേലാണ് മഞ്ഞുപാളികൾ പതിച്ചത്. ഇന്ത്യൻ സൈന്യത്തിന്റെയും ത്രിശക്തി കോപ്സിന്റെയും BROയുടെയും SDRFന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മഞ്ഞിടിച്ചിലിനെ തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചു. പ്രദേശത്ത് കുടുങ്ങിപ്പോയ 350ഓളം വിനോദസഞ്ചാരികളെ അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. വാർത്തയിൽ നിന്നിവിടെ പൂർത്തിയാവുന്നു. നമസ്കാരം. ഈ പിടിക്കപ്പെട്ടയാൾ അവിടെ പ്രതിയായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടത്തുക. അത്തരത്തിൽ വളരെ ഗുരുതരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനെല്ലാം വേണ്ടിയാണ് RPFന്റെ സംഘം ഇപ്പോൾ ഉത്തരേന്ത്യയിലേക്ക് പോയിരിക്കുന്നത്. നമുക്കറിയാം, RPFന് കേരള പോലീസിനേക്കാൾ കൂടുതൽ വേഗത്തിൽ ഇവിടെയെല്ലാം ആക്സസ് ചെയ്യാൻ കഴിയും. അത്രയും വലിയൊരു നെറ്റ്വർക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിനുള്ളിൽ റെയിൽവേ ട്രാക്കിൽ നടന്ന ഈ ഒരു കുറ്റകൃത്യം അത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് റെയിൽവേ കാണുന്നത്. കേരള പോലീസും ATSും ഒക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും RPFന് ഇക്കാര്യത്തിൽ മറ്റുള്ളവരെക്കാൾ ഈ അന്വേഷണം വേഗത്തിലാക്കേണ്ടതിന്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്. സ്വാഭാവികമായിട്ടും RPFന്റെ ഭാഗത്തുനിന്ന് നടപടികൾ അത്തരത്തിലാണ് പുരോഗമിക്കുന്നത്. എന്നാണെങ്കിലും ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് ഈശ്വര റാവു എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ എന്ന് നോക്കാം. അതോടൊപ്പം തന്നെ ഈ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം കോഴിക്കോട് ഉന്നതതല യോഗത്തിലും പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ അശ്വിൻ സൂചിപ്പിച്ചതുപോലെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ മാത്രമാണ് കേസ് മുന്നോട്ട് പോവുക. അപ്പോൾ പോലീസിന്റെയും RPFന്റെയും ഒരു യോഗം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയവിനിമയം നേരിട്ട് തന്നെ ഉണ്ടാകുമെന്നും നമുക്ക് കരുതാം. എന്താണെങ്കിലും സംശയത്തിൽ കസ്റ്റഡിയിലെടുത്ത ആളെക്കുറിച്ച് അതിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് RPFന്റെയും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്രധാനമായും നടക്കുന്ന ഉന്നതതല യോഗം, ഈ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുന്ന മറ്റ് ഏജൻസികൾ, UPയിൽ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. അതിൽ ATSന്റെ അംഗങ്ങളുണ്ട് എന്നുള്ള വിവരങ്ങളെല്ലാം പല രീതിയിൽ ഈ കേസിന് ബന്ധമുണ്ട് അല്ലെങ്കിൽ പല സ്വഭാവമുണ്ട് എന്നുള്ള ചില സൂചനകൾ നൽകുന്നുണ്ടോ? ഇതുവരെയുള്ള പുറത്തുവരുന്ന വിവരങ്ങൾ ഏത് തരത്തിലാണ് ഈ നിമിഷത്തിൽ? അപർണ, ഈ കേസിന്റെ അന്വേഷണം ഒരു സംയുക്ത തലത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് അതിൽ കേരള പോലീസുണ്ട്, ക്രൈംബ്രാഞ്ച് ഉണ്ട്, ATS ഉണ്ട്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉണ്ട്. ആ തരത്തിലൊരു സംയുക്ത അന്വേഷണമാണ് നടക്കുന്നത്. ഒപ്പം തന്നെ NIA സംഘം കേരളത്തിൽ എത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം അതേക്കുറിച്ച് അറിയില്ല എന്നാണ് പറഞ്ഞത്. NIA സംഘം ഇന്ന് കേരളത്തിലെത്തും, പ്രത്യേകിച്ച് കണ്ണൂരിലെത്തി ഈ ബോഗി അടക്കം പരിശോധിച്ചുകൊണ്ട് അവരുടെ അന്വേഷണം NIAയുടേതായിട്ടുള്ള ഒരു അന്വേഷണം തുടങ്ങും എന്നുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു. അതും അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. ആരെങ്കിലും കസ്റ്റഡിയിലുണ്ടോ എന്നുള്ള ചോദ്യത്തിനും അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. കസ്റ്റഡി ഉണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ പലരെയും ഈ ഘട്ടത്തിൽ, അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ പലരെയും കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. അതൊന്നും തന്നെ പ്രതികളല്ല, സംശയിക്കുന്ന ആളുകൾ, എന്തെങ്കിലും കേസുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ള സംശയിക്കുന്ന ആളുകളെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇന്നലെ മുതൽ അന്വേഷണ സംഘം പറയുന്നത്. പക്ഷേ പ്രതിയെന്ന് സംശയിക്കുന്ന ആരെയും ഇതുവരെ കസ്റ്റഡി ഇല്ല എന്നുള്ള നിലയ്ക്ക് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുള്ള ചില സൂചനകൾ ഇന്നലെ മുതലേ വരുന്നു. മാത്രമല്ല, ഈ MR അജിത് കുമാർ കേസിന്റെ ഒരു
മേൽനോട്ട ചുമതലയായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മറ്റ് ഏജൻസികളെ RPFന്റെയും അതേപോലെ തന്നെ ATSന്റെയും സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെയും ഒക്കെ കൂടി സംയുക്തമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ഇപ്പോൾ നിലവിൽ നോയിഡയിലേക്ക് പോയിരിക്കുന്നത് RPFന്റെ സംഘമാണ്. ഈ ക്രൈംബ്രാഞ്ചിന്റെ സംഘം കൂടി അങ്ങോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ, കൂടുതൽ അന്വേഷണ സംഘം നോയിഡയിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ ഷാരൂഖ് സൈഫി എന്നയാളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. ഇക്കാര്യം MR അജിത് കുമാറിനോട് ചോദിച്ചിരുന്നു. അദ്ദേഹം ഈ ഘട്ടത്തിൽ അതേക്കുറിച്ച് പ്രതികരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഈ ഷാരൂഖ് സൈഫിയുടെ എന്ന് കരുതുന്ന ബാഗാണ് ഇന്നലെ ഈ എലത്തൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിന് അടുത്തു നിന്ന് കിട്ടുന്നത്. ആ ബാഗിൽ നിന്ന് ഇയാളുടേതാണെന്ന് സംശയിക്കുന്ന മൊബൈൽ ഫോൺ, അതേപോലെ നോട്ട് പാഡുകൾ, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ലഭിച്ചിരുന്നു. അതിൽ നിന്നാണ് ചില അട്ടിമറി ശ്രമങ്ങളോ അല്ലെങ്കിൽ ഇയാൾക്ക് അത്തരത്തിലുള്ള ബന്ധങ്ങളോ ഉണ്ടോ എന്ന് സംശയിക്കാവുന്ന ചില കുറിപ്പുകൾ കിട്ടുന്നത്. ചില സ്ഥലപ്പേരുകൾ, അതായത് തെക്കൻ കേരളത്തിലെ ചില സ്ഥലപ്പേരുകൾ, കഴക്കൂട്ടം, തിരുവനന്തപുരം, കന്യാകുമാരി തുടങ്ങിയ അങ്ങനെയുള്ള സ്ഥലപ്പേരുകൾ അതിലുണ്ട്. മാത്രമല്ല ഇയാളുടേത് വിദ്യാസമ്പന്നനായ ഒരാളുടേതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള കുറിപ്പുകളാണ് അതിലുള്ളത്. പക്ഷേ തീവ്രവാദ ബന്ധം അങ്ങനെ എന്തെങ്കിലും ആരോപിക്കാവുന്ന തരത്തിലുള്ള സൂചനകൾ ആ കുറിപ്പുകളിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ കണ്ടിടത്തോളം ആ കുറിപ്പുകളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ കുറിപ്പുകളടക്കം അതിൽ എന്തെങ്കിലും ഈ നമ്മൾ പുറമേക്ക് കാണാത്ത തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ